നിലമ്പൂരിൽ നിന്നും ഷമി പ്രഭാകർ കൂടി ചേരുകയാണ്. ഷമി, അങ്ങനെ ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ തന്നെ നടക്കുന്നു. LDF ക്യാമ്പിൽ തന്നെ വലിയ ആവേശമാണെന്നാണ് നേരത്തെ കണ്ട റിപ്പോർട്ടിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് LDF കടക്കുന്നു. ഷമി, അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ? തീർച്ചയായും സ്വരാജിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ ഒരു ഇളക്കം തന്നെ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾ വലിയ തോതിൽ പ്രകടനത്തിന്റെ ഭാഗമാകുന്നു. ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ ആൾക്കാർ വലിയ തോതിൽ ഓരോ ചെറിയ പോക്കറ്റുകളിൽ ഇത്തരത്തിൽ സ്വരാജിന് അനുകൂലമായ പ്രകടനങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാടൊട്ടുക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നു. വീടുകളിൽ നിന്ന് സ്ത്രീകളടക്കം ഇത് വളരെ ആവേശപൂർവ്വം നോക്കി നിൽക്കുന്നു. കാരണം അത്രമാത്രം സ്വരാജ് എന്ന പേര് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും സുപരിചിതമാണ്. കാരണം മാർസിയൻ പ്രത്യയശാസ്ത്രത്തെ മാത്രമല്ല, മനുഷ്യനെയും പുസ്തകങ്ങളെയും അക്ഷരങ്ങളെയും സെക്യുലറിസത്തെയും ഒരുപോലെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. താൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൃത്യമായി തൻ്റെ വാക്കുകളിലൂടെ ഈ ജനങ്ങളിലേക്ക് പകർന്നു നൽകാനുള്ള അസാമാന്യമായ ഒരു വൈഭവമുള്ള ഒരു വ്യക്തിത്വമാണ് സ്വരാജിൻ്റേത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒപ്പം തന്നെ സ്വന്തം നാടാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, UDFൻ്റെ പല ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചത് സ്വരാജിനെ എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ചില പത്രങ്ങളടക്കം അത് കാർട്ടൂണായി വരയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് LDFൻ്റെ CPMൻ്റെ തീരുമാനപ്രകാരം സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ പലപ്പോഴും UDFൻ്റെ പല നേതാക്കളും അന്താളിപ്പോടെ നിൽക്കുകയായിരുന്നു. കാരണം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളത്. എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് സ്വതന്ത്രന്മാരെ തേടി നടക്കുന്നു, വഴിയിൽ കൂടെ ആരും പോകരുതേ, പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെയായിരുന്നു. ആ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ തരം വായ്ത്താരികളൊക്കെ വെറുതെയാണ് എന്ന് അവർക്ക് മനസ്സിലായി. CPMനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കഴിഞ്ഞ 2-3 മാസക്കാലമായി ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ചുമതല സ്വരാജിന് നൽകിക്കൊണ്ടാണ് CPM ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. അപ്പോൾ തന്നെ CPMൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. സ്വരാജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും CPMനുണ്ടായിരുന്നില്ല, LDFനുണ്ടായിരുന്നില്ല, മറ്റുള്ളവർക്കുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വരാജ് അത് തന്നെ പറയുകയും ചെയ്തു. ഇവിടുത്തെ എന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം പൊതുപ്രവർത്തന രംഗത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയായി വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിലമ്പൂരിൻ്റെ മണ്ണിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഒരിക്കലും UDFനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചില്ല സ്വരാജ് ഇവിടെ വരും എന്നുള്ളത്. ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂരിൻ്റെ മണ്ണ് മാറും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം 65-ലും 67-ലും സഖാവ് കുഞ്ഞാലി ഇവിടെ നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ചതിന് ശേഷം പിന്നീട് ഒരാൾക്കും ഇവിടെ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിന് ഇത്തവണ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ്. കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ആകമാനം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അത്യന്തം ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രവുമല്ല, ഇപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ, നിലമ്പൂരേക്ക് വരാനുള്ള വലിയ ആവേശം നമ്മളെ തന്നെ പല ആൾക്കാരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എപ്പോഴാണ് സ്വരാജ് എത്തുക, എപ്പോഴാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുക, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് വളരെ ആവേശപൂർവ്വം അന്വേഷിക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ എന്തുമാത്രം കൗതുകം അല്ലെങ്കിൽ എന്തുമാത്രം ആവേശമുണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. ഇവിടെ മാർത്തോമ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്, ഡിഗ്രിക്കടക്കം പഠിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ഇവിടെ തന്നെയാണുള്ളത്. അദ്ദേഹത്തിന് വേരുകളുള്ള, ബന്ധങ്ങളുള്ള, സൗഹൃദങ്ങളുള്ള, പാർട്ടി ബന്ധങ്ങളുള്ള ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പോരാട്ടത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ഷമി പ്രഭാകറാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.